ആകെ അങ്കലാപ്പോടെയാണ് ആ വിളി കേട്ടത്. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. സൈക്കിൾ അവിടെ വെച്ചിട്ട് ഒന്ന് അടുത്തു വരാമോ? ഇത് കേട്ട് പകച്ചു നിൽക്കുകയാണ് ആ യുവാവ്. യുഎഇയിൽ മെക്കാനിക്കായ ജിതിൻ സൈക്കിളിൽ തന്റെ ജോലിസ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ വിദേശി ജിതീഷിനെ വിളിച്ചത്. നീ ടെൻഷനൊന്നും അടിക്കേണ്ട, നിന്റെ സഹോദരനായി കാണൂ. നിനക്ക് വേണ്ടി ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഫുഡ് ഐറ്റമാണ്, ഗ്രോസറിയാണ്. ജിതീഷ് അത് പലതവണ വേണ്ടെന്ന് പറയുന്നു. എന്നിട്ട് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. എനിക്ക് നല്ലൊരു ജോലിയും ആഹാരവും ഒക്കെയുണ്ട്. ഇവിടെ ജോലിയില്ലാത്തതും ആഹാരമില്ലാത്തതുമായ കുറേയധികം ആളുകളുണ്ട്. അവരെ കണ്ടെത്തി അത് കൊടുക്കൂ. ഫ്ലുവൻ്റായി ഹിന്ദിയോ ഇംഗ്ലീഷോ സംസാരിക്കാൻ അറിയാത്ത ജിതീഷ് ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. കേരള ഭാഷയാണ് തന്റെ ഭാഷയെന്ന് പറഞ്ഞപ്പോൾ സുഖമാണോ എന്ന് വിദേശിയും മലയാളത്തിൽ ചോദിച്ചു. ഇത് താൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ജിതീഷ് ആദ്യമൊന്ന് പരിങ്ങി, പിന്നെ സമ്മതിച്ചു. ജിതീഷിന്റെ ആ പോസിറ്റീവ് മൈൻഡ് ഇൻഫ്ലുവൻസർ വാനോളം പുകഴ്ത്തി. ഇന്ത്യയുടെ പോസിറ്റീവ് അല്ലെങ്കിൽ കേരളത്തിന്റെ പോസിറ്റീവാണ് നിന്നിൽ കാണുന്നതെന്ന് പറഞ്ഞ് ഇരുവരും പിരിഞ്ഞു. ഇത് കാണുന്നവർക്ക് ആ ചെറുപ്പക്കാരന്റെ നിഷ്കളങ്കത മനസ്സിൽ നിന്നും മായത്തേയില്ല.